ഇയാളെയും കൊണ്ട് എന്ത് ഗുണവും സമൂഹത്തിന് എനിക്ക് അറിയാൻ മനസ്സിലാവും. ഒരു വിവരമുള്ള വർത്തമാനം പറയാൻ പറ്റില്ല, എന്ത് ഗുണമില്ല. പിന്നെ ആൾക്കാർക്ക് ഒരു സ്ട്രെസ് റിലീസ് ചെയ്യാം, ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സ്ട്രെസ് റിലീസ് ചെയ്യാൻ തെറി വിളിക്കുമ്പോൾ അവർക്ക് സുഖം കിട്ടും. അത് മാത്രമേ ഗുണമുള്ളൂ, വേറെ ഒരു ഗുണവുമില്ല. അവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ല ഇപ്പൊ അണ്ണനപ്പോ അതൊക്കെ തോന്നാറില്ലേ ഇവര് കാണിക്കുന്ന കോമഡി? എന്നോട് പലരും വിളിച്ച് പറയുന്നത് എന്തിനാണ് ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ ഇയാളുടെ പുറകെ പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നല്ല, ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അല്ല ഇപ്പൊ എന്താ സംബന്ധിച്ച അണ്ണന്റെ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അണ്ണന്റെ വീട് നോക്കുമ്പോ ഭയങ്കര ഒരു കോമഡി പീസ് ആയിട്ട് പലർക്കും തോന്നാലോ. കാരണം എന്താ കാരണം? അലിൻ ജോസ് വരുന്നു, ഇപ്പൊ അവർ വരാറില്ല, പണ്ടായിരുന്നു വന്നോണ്ടിരുന്നു. ശരിക്കും അവരെ വീട്ടിൽ കയറ്റി എന്തിനായിരുന്നു? എന്നോട് പലരും പറയുന്നത് അവരായിട്ട് ബന്ധം പോലും വെക്കാൻ പാടില്ല അറിയണം. കാരണം നിങ്ങളുടെ ലെവൽ വേറെ, അയാളുടെ ലെവൽ വേറെ, ബന്ധം പോലും വെക്കരുതാണ് ആൾക്കാർ പറയാണ്. മുകളിൽ വന്ന റൂമിൽ വളരെ മോശമാക്കി, ഇപ്പം ഞാൻ രണ്ടാമത് ശരിയാക്കിയിരിക്കുകയാണ്. ഇമാർക്ക് പ്രത്യേക ഒരു അച്ചടക്കമോ അങ്ങനെയൊന്നുമില്ല, ഒന്നിനും അച്ചടക്കവും ഇല്ല. ഇനി ആർക്കും കൊടുക്കണില്ല. ആ റൂം ആകെ വളരെ വൃത്തിയിലാക്കി ഇവർ വന്ന് താമസിച്ച. ഈ പെരേര ആട്ടായം ഇവർ വന്ന് താമസിച്ച ആകെ ബോറാക്കി. നമുക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് ഇവർ മുതലെടുക്കുകയാണ്. അപ്പോൾ ആട്ടായം ഒരുപാട് രൂപ തരാണ്ട് എനിക്ക് തരാണ്ട്, അത് നമ്മൾ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് മുതലെടുക്കുന്നതാണ്. അണ്ണന് പൈസ കിട്ടുന്നുണ്ടോ ഈ ബർത്ത്ഡേ വിഷ്?